അയ്യോ വണക്കം. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പല രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നുണ്ട്. ഇങ്ങനെ യാത്ര പോകുന്ന ആൾക്കാർക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. ചില ആൾക്കാർ ജോലിയുടെ ഭാഗമായിട്ട് യാത്രാ വ്ളോഗുകൾ എടുക്കാനായിട്ട് പോകുന്നതായിരിക്കും. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന മനുഷ്യൻ അത്തരത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് പോകുന്നത്. ഞാൻ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതിലുപരി ഇത് ഒപ്പിയെടുത്തു കൊണ്ടുവന്ന് ഇവിടെ എൻ്റെ മാധ്യമ സ്ഥാപനമായിട്ടുള്ള സഫാരിയിലിട്ട് ജനങ്ങളെ കാണിക്കുക, അതാണ് എൻ്റെ പ്രഥമമായിട്ടുള്ള ഉദ്ദേശമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ആൾക്കാർ ചില്ല് ചെയ്യാനും പിന്നെ തൻ്റെ ആത്മാവിൻ്റെ ഹീലിങ്ങിനായിട്ടൊക്കെ പോകുന്നത്, സോളിൻ്റെ ഹീലിങ്ങിനായിട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയുള്ള യാത്രക്കാരാണ് ട്രാവലോഗ് ബൈ ചിത്രൻ എന്നൊക്കെ പറഞ്ഞു. സുഹൃത്തുക്കളെ, നിങ്ങളിത് കണ്ടോ എന്നൊക്കെ പറഞ്ഞൊരു ചെക്കൻ വരും. ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ട്രാവലോഗ് ബൈ ചിത്രൻ. ഞാനിപ്പോൾ നേപ്പാളിലെ ശേഷ്കുണ്ട മുണ്ട പാർക്കിലൂടെ നടന്നു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര രസകരമാണ് കേട്ടിരിക്കാനും കാര്യം. പിന്നെ ബാക്ക് പാക്കർ അരുണിമ എന്ന് പറഞ്ഞ ഒരു യുവതിയുണ്ട്. ആ യുവതിയും യാത്രകൾ പോകുന്നതാണ്. ഭയങ്കരമായിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്കിടും. അതായത് പല സ്ഥലങ്ങളിൽ അവരനുഭവിച്ച ദുരനുഭവങ്ങൾ, പ്രത്യേകിച്ച് കൂടുതലായിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിലേക്ക് കയറി വന്നിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതം ഇങ്ങനെ തള്ളി പുറത്തേക്ക് വിടുന്നത്, ഇവരാരെങ്കിലും കയറി പിടിക്കാനായിട്ട് ശ്രമിച്ചത്, ഇവർ മൊളസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കയറി വരുന്നത്. അതിലൊരുത്തനാണ് ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറയുന്ന ഈ വ്യക്തി യാത്രകൾ പോകും. ഈ ബാക്ക് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് നടന്ന് ലിഫ്റ്റ് അടിച്ച് സ്ഥലങ്ങളിലേക്ക് കയറിപ്പോയി അങ്ങനെ സ്ഥലങ്ങൾ കാണുക എന്നുള്ളതാണ് ഈ ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പല വിധത്തിലുള്ള അനുഭവങ്ങളും അയാളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ പങ്കുവയ്ക്കാനുണ്ട്. മാഹീൻ എന്നാണ് ഇയാളുടെ പേര്. ആദ്യമൊക്കെ വളരെ നല്ലതായിട്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ പതിയെ പല രാജ്യങ്ങളും വെച്ച് നമ്മുടെ രാജ്യത്തെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. അതായത് പല രാജ്യത്തെ വെച്ച് നമ്മളെ രാജ്യത്തെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ പട്ടാളക്കാരെ വരെ കുറ്റം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് ഇയാൾക്ക് എവിടെയോ പോയപ്പോൾ ഇയാളുടെ കൂടെ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നത്രേ, ആ സ്ത്രീകളെ പട്ടാളം മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇയാൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഫേമസ് ആവാനായിട്ട് ശ്രമിച്ചു. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് കൊള്ളില്ല, നമ്മുടെ രാജ്യത്ത് പാസ്പോർട്ട് കൊള്ളില്ല എന്ന് മാത്രമല്ല, യുക്രൈൻ ആ യുദ്ധഭൂമിയിലേക്ക് എനിക്ക് ഈ പാസ്പോർട്ട് വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഒക്കെ ഇയാൾ പുറത്ത് വിട്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ വിമർശനം ഇയാൾ പലപ്പോഴും നേരിട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ നാട്ടിലെ സുഡാപ്പികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഇയാൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിരുന്നു. സുഡാപ്പികളാണ് ഇയാളുടെ പ്രധാനപ്പെട്ട പ്രേക്ഷകരെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. അതായത് വേറെ എവിടെയെങ്കിലും പോയി, അതിപ്പോൾ ഞാനായിരുന്നാലും വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി അവരുടെ നല്ല രീതിയിലുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ രാജ്യമൊക്കെ ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഡാപ്പികൾ സപ്പോർട്ടുമായിട്ട് നമുക്ക് രംഗത്തെത്തും. അതാണ് നമ്മുടെ നാട്ടിൻ്റെ നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സുഡാപ്പികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഇപ്പോഴും സപ്പോർട്ടുമായിട്ട് രംഗത്തുണ്ടായിരുന്നു. ഇയാൾക്ക് കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലാൻഡിൽ വെച്ച് ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായി. അത് എനിക്ക് നേരെ വന്ന റേഷ്യസമാണ് എന്നാണ് ഇയാൾ പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ആഫ്റ്റർ ഓൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ആഫ്റ്റർ ഓൾ നമ്മളൊക്കെ ഇന്ത്യൻസാണ്. അതായത് ഞാനും ഇന്ത്യക്കാരനാണ്. ധനുഷ് ദേവൻ എന്ന് പറയുന്ന ഞാനും ഇന്ത്യക്കാരനാണ്. മാഹീൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരിലും ഇന്ത്യക്കാരനാണ്. അയാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതിഷേധിക്കേണ്ട കടമ എനിക്കുണ്ട്. കാരണം എൻ്റെ രാജ്യത്ത് നിന്ന് പോയൊരു വ്യക്തിയാണ് അവിടെ അധിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ധാർമ്മികമായിട്ടുള്ള രോഷം സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിൽ തിളച്ചു. അങ്ങനെ ഞാൻ ആ പുള്ളിയുടെ വീഡിയോ കണ്ടു. ആദ്യം ഞാൻ ആ കുറിപ്പാണ് കണ്ടത്. ആ കുറിപ്പ് എത്തരത്തിലായിരുന്നു എന്ന് ഞാൻ ആദ്യം ഒന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം. ഹൃദയഹാരിയായിട്ടുള്ളൊരു കുറിപ്പാണ്. സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള സൂറിച്ചിൽ നിന്ന് ലുസേൺ എന്ന മറ്റൊരു നഗരത്തിലേക്ക് പോകാനാണ് ഞാൻ ട്രെയിനിൽ കയറിയത്. ഏകദേശം 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ മാത്രം ദൈർഘ്യമുള്ള യാത്രയ്ക്ക് ഇന്ത്യൻ രൂപ ഏകദേശം 3500 രൂപ ചിലവഴിച്ചാണ് ടിക്കറ്റ് എടുത്തത്. സ്വിറ്റ്സർലാൻഡിലെ എൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു അത്. അവിടേക്ക് ട്രെയിൻ സംവിധാനത്തെക്കുറിച്ചോ അവിടെയുള്ള ട്രെയിൻ സംവിധാനത്തെക്കുറിച്ചോ ബോഗികളെക്കുറിച്ചോ ക്ലാസ്സുകളെക്കുറിച്ചോ എനിക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല. ട്രെയിൻ വന്നപ്പോൾ ആദ്യം കണ്ട ബോഗിയിൽ കയറിയിരുന്നു. എൻ്റെ ടിക്കറ്റ് കാണിച്ചുകൊണ്ട് ഈ ട്രെയിൻ ലുസേനസിലേക്കാണോ പോകുന്നതെന്ന് അടുത്തിരിക്കുന്ന ആളോട് ഞാൻ ചോദിച്ചുറപ്പാക്കുകയും ചെയ്തു. യാത്ര തുടങ്ങി ഏകദേശം 30 മുതൽ 40 മിനിറ്റ് വരെ കഴിഞ്ഞിരുന്നു. അതിനിടെ ടിക്കറ്റ് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ 2-3 തവണ എൻ്റെ അടുത്ത് വന്ന് കടന്നുപോയെങ്കിലും ടിക്കറ്റ് ചോദിച്ചില്ല. പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്തെത്തി ടിക്കറ്റ് ആവശ്യപ്പെട്ടു. ഞാൻ ടിക്കറ്റ് കാണിച്ചപ്പോൾ ഞാൻ ഇരുന്നിടത്ത് എൻ്റെ ടിക്കറ്റ് അനുവദിച്ചിരിക്കുന്ന ക്ലാസ്സിലല്ല എന്ന് എനിക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു. അപ്പോഴാണ് ട്രെയിനിൽ വ്യത്യസ്ത ക്ലാസ്സുകളുള്ള ബോഗികളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. സോറി, എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ബോഗിയിലേക്ക് മാറിക്കൊള്ളാം. എന്നാൽ അദ്ദേഹം വളരെ രൂക്ഷമായും അപമാനകരമായും സംസാരിക്കാൻ തുടങ്ങി. ഇത്രയും സമയം ഞാൻ സൗജന്യമായി ആഡംബര സൗകര്യങ്ങൾ അനുഭവിച്ച ശേഷം ഇപ്പോൾ അറിയില്ലായിരുന്നുവെന്ന് കള്ളം പറയുകയാണെന്ന് അയാൾ ആരോപിച്ചു. ഞാനൊരു വിനോദസഞ്ചാരിയാണെന്നും ആദ്യമായാണ് സ്വിറ്റ്സർലാൻഡിൽ എത്തുന്നതെന്നും ഇവിടുത്തെ ട്രെയിൻ സംവിധാനത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നുവെന്നും വീണ്ടും വിശദീകരിച്ചു. എന്നിട്ടും അദ്ദേഹം എൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറായില്ല. അയാളൊരു ഉദാഹരണം പറഞ്ഞു. നീ ഒരു ആഡംബര റെസ്റ്റോറൻറ്റിൽ പോയി വില കൂടിയ ഭക്ഷണം കഴിച്ച ശേഷം ബില്ല് വരുമ്പോൾ അതിൻ്റെ വില അറിയില്ലായിരുന്നുവെന്ന് പറയുന്നത് പോലെയാണ് ഇത്. അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും എന്നെ കള്ളനായി ചിത്രീകരിച്ചതും വളരെ അപമാനകരമായി തോന്നി. എൻ്റെ കയ്യിൽ സ്വിസ് ഫ്രാങ്ക് ഇല്ലാത്തതിനാൽ യൂറോ നൽകിയാണ് പിഴയടച്ചത്. പിന്നീട് അറിഞ്ഞത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും യാത്രക്കാരോട് ശരിയായ ബോഗിയിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയാണ് പതിവെന്നാണ്. എന്നാൽ എന്നോട് പിഴ ഈടാക്കിയതിൽ മാത്രമല്ല വളരെ മോശമായും അവഹേളിക്കുകയും
തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുമാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് ഏതോ മൂന്നാം ലോക രാജ്യത്തിൽ നിന്നുള്ള ദരിദ്രനായ ഒരാളെന്ന നിലയിലാണ് എന്നെ കണ്ടതും വിലയിരുത്തിയതുമെന്ന തോന്നൽ എനിക്കുണ്ടായി. ട്രെയിനിൽ ഇറങ്ങിയ ശേഷം കരച്ചിൽ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഒരു മലയാളിയെ കണ്ടുമുട്ടുകയും അയാളുടെ സഹായത്തോടു കൂടി ഞാൻ പോയി പരാതി കൊടുക്കുകയും ചെയ്തു എന്നാണ് ഈ മാഹീൻ തൻ്റെ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം മാഹീൻ ഒരു വീഡിയോ പങ്കുവച്ചു. നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടിട്ട് വരാം. ഞാൻ സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിൽ ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ട്രെയിൻ കയറി കരഞ്ഞത് നിങ്ങൾ വീഡിയോ ഉണ്ട്. എന്താണെന്ന് ഞാൻ വിവരിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു. അതിൽ നമുക്കൊരു സ്കാൻ കിട്ടി. 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ട്രെയിനിൽ കയറാം. അങ്ങനെ ഓടി വന്നു. ഈ കാണുന്ന ട്രെയിൻ മുഴുവനായിട്ട് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നേ, ഒരേ ട്രെയിൻ പോലെ തോന്നും. അപ്പൊ പെട്ടെന്ന് ആദ്യമായിട്ടായിരുന്നു സ്വിറ്റ്സർലാൻഡിൽ അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയി. എനിക്കറിയില്ലായിരുന്നു ഇവിടെ 2 ക്ലാസ് ഉണ്ടെന്ന് പോലും. ടിക്കറ്റ് പെട്ടെന്ന് എടുത്തത് മാത്രമാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ബോഗി നമ്പർ പോലെ 8 എന്ന് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ടിക്കറ്റിൽ ഈ 8, 7 അങ്ങനത്തെ നമ്പറൊന്നുമില്ല. ഇതിൽ തന്നെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ഏതാണെന്ന് പോലും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഒരു ട്രെയിനിൽ കയറി പോയിട്ട് അവസാനം ആ ട്രെയിനിൽ കയറിയിട്ട് എത്താറായപ്പോഴാണ് അറിഞ്ഞത്. ട്രെയിനിൽ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ സീറ്റ് ഇതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ക്ഷമിക്കണം, ഞാൻ വേറെ സീറ്റിൽ പോയി കയറാന്ന് പറഞ്ഞു. ബട്ട് എന്നിരുന്നാലും അദ്ദേഹം എന്നെ വെറുതെ വിട്ടില്ല. അദ്ദേഹം വന്നിട്ട്, നീ വെറുതെ ഓസിന് ഫ്രീ ആയിട്ട് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കള്ളം പറയുവാണ്. അതായത് നമ്മളൊരു വംശീയ ചെരുവോടെ, വംശീയ ഒരു എന്താ പറയാ, വംശീയ ഒരു പെരുമാറ്റത്തോടെയാണ് കേട്ടോ പുള്ളിക്കാരൻ നോക്കിയെന്ന് പുള്ളിക്കാരൻ പറഞ്ഞതും. എന്നിട്ട് പറഞ്ഞു, നീ സ്ഥിരം ഹോട്ടലിൽ പോയിട്ട് പൈസ കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നീ പറയും, അവസാനം പറയും, അയ്യോ എനിക്ക് ഇതിന്റെ പ്രൈസ് അറിയില്ലായിരുന്നു, അതാണ് നീ ഇവിടെ കാണിക്കുന്നതെന്നും ഇങ്ങനെ വളരെ മോശമായിട്ട് എന്റെ നിറം കൊണ്ടും എന്റെ ഒരു രൂപം കൊണ്ടും മാത്രമാണ് കേട്ടോ അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബോധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോസ്റ്റ് എഴുതിയത് പോലും. അങ്ങനെ പിന്നീട് എന്നിരുന്നാലും ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ അതിന്റെ ഫൈൻ അടച്ചു. എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞത് വളരെ മോശമായി പോയി. അങ്ങനെ പിന്നീട് ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്തു. അപ്പം അതിനിടയിലായിട്ടുള്ള ഒരു ഇമോഷണൽ ഒരു മൊമെന്റ് ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്തത്. നമ്മൾ ഈ ട്രെയിനിൽ വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല ഇതിലേതാണ് ഫസ്റ്റ് ക്ലാസ്, ഏതാണ് ഇതിലേതാണ് സെക്കൻഡ് ക്ലാസ് എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പൊ പൊതുവായിട്ട് സാധാരണ ഇന്ത്യയിൽ സഞ്ചരിച്ചവർക്ക് തോന്നും ഇന്ത്യയിലെ പോലെ കറക്റ്റ് ബോഗി സിസ്റ്റവും എല്ലാം ഇവിടെ ഉണ്ടെന്ന്. എല്ലാ ട്രെയിനുകളിലും ബോഗി സിസ്റ്റവും സീറ്റ് നമ്പർ സിസ്റ്റം ഒന്നും ഇല്ല കേട്ടോ. ഈ കാണുന്ന ട്രെയിനിൽ തന്നെ നമുക്ക് സീറ്റ് സിസ്റ്റം പോലും ഇല്ല. സീറ്റിംഗ് നമ്പർ അങ്ങനെ പ്രത്യേകമായിട്ട് ഇതിൽ സീറ്റിംഗ് നമ്പർ കാര്യങ്ങളൊന്നുമില്ല. ഞാനിവിടെ ആളുകളുടെ അടുത്ത് ചോദിച്ചിട്ട് പോലും അറിയില്ല. അവസാനം നമ്മുടെ ഒരു ടിക്കറ്റ് ചെക്കർ ഉണ്ട്, പുള്ളിക്കാരൻ്റെ അടുത്ത് where is the second class? Okay, this 2 means second class. This first class, we're second class. Okay, Everywhere all over the world. Okay. അങ്ങനെ അവസാനം എനിക്ക് മനസ്സിലായി 2 പറഞ്ഞതാണ് സെക്കൻഡ് ക്ലാസ്. 2 എന്നിട്ടാൽ സെക്കൻഡ് ക്ലാസ് ആണെന്ന് മനസ്സിലാവണമെന്ന് ഇല്ല പൊതുവെ. അപ്പൊ ഞാൻ എന്തായാലും സെക്കൻഡ് ക്ലാസ്സിൽ കയറി. കഴിഞ്ഞ ദിവസം ഞാൻ കയറിയതും ഇതുപോലുള്ള ട്രെയിനാണ് കേട്ടോ. പക്ഷെ പുള്ളി പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് ആണെന്ന്. എനിക്കത് ഫസ്റ്റ് ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നിയതേ ഇല്ല. കഴിഞ്ഞ ദിവസം ഇരുന്ന ട്രെയിനും ഇപ്പൊ ഞാൻ കയറിയ ട്രെയിനും എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ കാണാനായിട്ടൊക്കെ ഉള്ളത്. ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. എന്ത് വലിയ ഡിഫറൻസ് ആണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതാണല്ലോ സെക്കൻഡ് ക്ലാസ്. അപ്പൊ അതാണ് എനിക്ക് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. അത് പെട്ടെന്ന് ഞാൻ പറയണമെന്ന് തോന്നി. ഇതാണ് മാഹീൻ പങ്കുവച്ച വീഡിയോ എന്ന് പറയുന്നത്. അതായത് ഈ വ്യക്തി ഇത്രയും നാൾ ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് അയാൾ എഴുതിയിരിക്കുന്ന കുറിപ്പിലെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിൽ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള ട്രെയിൻ യാത്ര. ആ ട്രെയിൻ യാത്രയിൽ ആ ട്രെയിൻ സംവിധാനത്തെക്കുറിച്ചോ ബോഗികളുടെ ക്ലാസ്സിനെക്കുറിച്ചോ എനിക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. ഏതൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാലും അവിടെ ട്രെയിനിൽ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകളുണ്ടെന്നും വ്യത്യസ്ത ബോഗികളുണ്ടെന്നും ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്, ഇല്ലേ? അല്ലേ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു. ഇപ്പം നിങ്ങൾ ഇന്ത്യ പോട്ടെ, നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത്, ഇപ്പോൾ അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ഏതെങ്കിലും രാജ്യത്ത് പോയി, നിങ്ങൾ ആ രാജ്യത്ത് പോയിട്ട് നിങ്ങൾ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഓടി ലോക്കോ പൈലറ്റിൻ്റെ ആയിരിക്കുന്ന ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുമോ? അയ്യോ എനിക്ക് അറിഞ്ഞൂടായിരുന്നു കേട്ടോ, ഇത് ലോക്കോ പൈലറ്റിൻ്റെ സീറ്റാണ്, ഇങ്ങനെയാ ലോക്കോ പൈലറ്റിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കയറിയിരിക്കും? ഇല്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും, ഇല്ലേ? നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഏത് ക്ലാസ്, ഈ ട്രെയിനിൽ എത്ര ബോഗിയുണ്ട്, ഇതിൽ എത്ര ക്ലാസ് ഉണ്ട്, ഇത് ഏത് ക്ലാസ്സിലാണ് ഞാൻ കയറേണ്ടത്, എനിക്ക് അനുവദിച്ചിരിക്കുന്ന ടിക്കറ്റ് ഏതാണ്. ഇതൊരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമുക്കുള്ള എന്താണ് കോമൺ സെൻസ്? ആണോ അല്ലയോ? അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഇതൊരു ഞാനാണിപ്പോൾ ആ സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിലൊരു കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു കാര്യം വർക്ക് ചെയ്യും. ഒരു ട്രെയിൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ട്രെയിനിനെക്കുറിച്ച്, ഈ ട്രെയിൻ ഇങ്ങനെ കണ്ടിട്ട് ഈ ട്രെയിനിനെക്കുറിച്ച് എനിക്കൊരു അറിവില്ല, എന്നാൽ പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് കളയാം എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ നമ്മൾ വിചാരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ഇരിക്കേണ്ട ക്ലാസ് ഏതാണെന്ന് നോക്കും. ഒന്നുകിൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അത് ചോദിച്ചുറപ്പാക്കും. അല്ലെങ്കിൽ ടിക്കറ്റ് നോക്കി നമ്മളത് മനസ്സിലാക്കും. അല്ലെങ്കിൽ ടിക്കറ്റ് നോക്കാൻ അറിയില്ലെങ്കിൽ നോക്കാൻ അറിയാവുന്ന ആളോട് കൊടുത്ത് നമ്മൾ മനസ്സിലാക്കും.
അതുമല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ സുലഭമാണ്. സന്തോഷ് ജോർജ് കുളങ്ങര അങ്ങ് ബാഹുബലി ക്യാമറയും കൊണ്ട് നേപ്പാളിൽ 1999 പോയതുപോലെയല്ല, ഇപ്പോൾ ഇൻ്റർനെറ്റും ഗൂഗിളും ഇപ്പോൾ ഗൂഗിൾ മാപ്പും എല്ലാം സുലഭമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ വാദം അവിടെ വിലപ്പോകില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം അയാൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, യാത്ര തുടങ്ങി 30 മുതൽ 40 മിനിറ്റ് വരെ ഇയാൾ എന്ത് ചെയ്തു, ഇയാൾക്ക് അനുവദിക്കാത്ത ഒരു ബോഗിയിൽ യാത്ര ചെയ്തു. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കേരളത്തിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിലാണ്, ഞാൻ എടുക്കുന്നത് ജനറൽ സീറ്റാണ്, അതായത് ജനറൽ ടിക്കറ്റ്. ഇവിടെ നിന്ന് എനിക്ക് തൃശ്ശൂർ വരെ പോകണം, 125 രൂപ കേരള എക്സ്പ്രസ്സിൽ ഞാൻ എടുത്തു. ഞാൻ ഈ 125 രൂപയുടെ ടിക്കറ്റും എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ AC സ്ലീപ്പർ ക്ലാസ്, അതും സെക്കൻഡ് ടയറിൽ പോയി കയറുകയാണ്. അവിടെ AC ഉണ്ട്, സെക്കൻഡ് ടയർ സ്ലീപ്പർ ക്ലാസ് ആണ്, റിസർവ്ഡ് സീറ്റാണ്. ആ റിസർവ്ഡ് സീറ്റിൽ ആളെത്തിയിട്ടില്ല, ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ്. AC ഒക്കെ കൊണ്ട് 10, 30, 40 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് യാത്ര ചെയ്തു. സ്വാഭാവികമായിട്ടും ടിക്കറ്റ് ചെക്കർ വരും. ഉത്തരേന്ത്യയിലേക്കാണെങ്കിൽ ഇടി കൊടുത്തിറക്കും. പക്ഷേ ഇവിടെയാണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വിദ്യാഭ്യാസമുള്ള ടീമാണല്ലോ, അതുകൊണ്ട് നമ്മളടുത്ത് വന്ന് ടിക്കറ്റ് ചെക്കർ പറയും, നിന്നെ ആരുടെ ഇവിടെ കയറി ഇരിക്കാൻ പറഞ്ഞതും, മര്യാദയ്ക്ക് പിഴ അടച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. 125 രൂപയുടെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ട് 500, 600, 700 രൂപ കൊടുത്തു പോകേണ്ട, അല്ലെങ്കിൽ 1500 രൂപ കൊടുത്തു പോകേണ്ട സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ കയറിയിരുന്ന് യാത്രയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ പറയുകയാണ്, അയ്യോ ഇത്ര ക്ലാസ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു, പിന്നെ എനിക്ക് ഈ ട്രെയിൻ ഇത്ര വലുതാണെന്ന് അറിഞ്ഞൂടായിരുന്നു എന്ന് പറയുന്നത് ഏത് കോത്താഴത്തിലെ ന്യായമാണ്? എൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. ഞാനിത് ആരെ വേദനിപ്പിക്കാനൊന്നും പറയുന്നതല്ല, പക്ഷേ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഞാൻ അയാളുടെ സ്ഥാനത്ത് ഞാൻ എന്നെയാണ് സങ്കല്പിക്കുന്നത്. മാഹീൻ്റെ സ്ഥാനത്ത് ധനുഷ് ദേവനായിട്ടുള്ള എന്നെ സങ്കല്പിക്കുന്നു. ഞാനാണ് ഈ മണ്ടത്തരം കാണിച്ചിരുന്നതെങ്കിൽ ഞാൻ പറയുകയാണ്, എനിക്കിത് അറിഞ്ഞൂടല്ലോ, ഇത് ഏതാ ട്രെയിനാണോ ഇത്, അയ്യോ ഫ്ലൈറ്റ് പോലെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ ടിക്കറ്റ് ചെക്കർ അവിടെ എത്തിയിട്ട് ഇയാളെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ അപമാനിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. അയാളോട് കൃത്യമായിട്ട് ടിക്കറ്റ് ചെക്കർ ചോദിച്ചൊരു ചോദ്യം ഇയാൾ ഈ കുറിപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി മൂക്കുമുട്ട ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഹോട്ടലിൽ ബില്ല് വരുമ്പോൾ ഇത്രയും ബില്ല് വരുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വളരെ അതായത് ആ സിറ്റുവേഷനോട് കൃത്യമായിട്ടും ഇഴകിച്ചേരുന്ന എന്താണ് ഒരു ഉദാഹരണമാണ് അയാൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് നമ്മളൊരു ഹോട്ടലിൽ കയറുന്നു, എൻ്റെ കയ്യിൽ തട്ടുകടയിൽ നിന്ന് കഴിക്കാനുള്ള പൈസ മാത്രമേ ഉള്ളൂ. ഒരു തട്ട് ദോശയും ഒരു ഓംലെറ്റും ഒരു ചായയും കുടിക്കാനുള്ള പൈസ 50 രൂപയുണ്ട്. ഞാൻ 5000 രൂപയ്ക്ക് കയറി ഹോട്ടൽ മെറൈൻ ഡൊമാറി കയറി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ബില്ല് 5000 രൂപ വരുമ്പോൾ എൻ്റെ കയ്യിൽ 50 രൂപയുള്ളൂ, എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇത്രയും വലിയ ഹോട്ടലാണെന്ന് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ വീണ്ടും അയാളുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റേ കാർഡ് ഇറക്കും. അതായത് ഞാൻ അയാളുടെ സ്ഥാനത്താണ്, ഞാൻ എന്ത് പറയും? ഞാൻ കറുത്തിരിക്കുന്നുണ്ടല്ലേടാ നീ ഇങ്ങനെ പറയുന്നത്, ഇവിടെ എല്ലാം വെളുത്തവന്മാരാണല്ലോ, ഇത് വംശീയ അധിക്ഷേപമാണ് എന്ന് പറയുന്നതിൽ അതായത് നമ്മുടെ ഭാഗത്തൊരു തെറ്റ് പറ്റി. ആ തെറ്റ് പറ്റുമ്പോൾ ആ തെറ്റിനെ അംഗീകരിക്കുക, ആ രാജ്യത്തെ നിയമങ്ങളെ എന്ത് ചെയ്യുക, ആ രാജ്യത്തെ നിയമങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, അനുസരിക്കുക. അല്ലാതെ നമ്മുടെ ഇന്ത്യയിൽ കിടന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ആരായിട്ട് ജനിക്കണം, ഇന്ത്യയിൽ തന്നെ ജനിക്കണോ അത് വേറെ ഏതെങ്കിലും രാജ്യത്ത് ജനിക്കണോ, അത് ഏത് രാജ്യമായിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് ഇന്ത്യയിൽ തന്നെ ജനിച്ചാൽ മതി, കാരണം സർവ്വ ഉടായ്പകളും നടത്തി നമുക്ക് സുന്ദരമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പല നിയമങ്ങൾ, നമുക്ക് ഹെൽമെറ്റ് വയ്ക്കാതെ വെളിയിറങ്ങാം, നമുക്ക് അത് ചെയ്യാം, നമുക്ക് ഇത് ചെയ്യാം, നമുക്ക് ചെറിയ ചെറിയ നിയമങ്ങളെല്ലാം അവർ കാണാതെ, ചെറിയ ആർക്കും ദോഷമില്ലാത്ത നിയമങ്ങളൊക്കെ അവർ കാണാതെ വെട്ടിക്കാം. പക്ഷേ വിദേശത്തൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ അതൊക്കെ പുള്ളിക്ക് നല്ല കൃത്യമായിട്ട് അറിയാമായിരിക്കും. ഇപ്പോൾ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നടന്ന് റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ, ഞാൻ കേട്ടിട്ടുള്ളതാണ്, റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ നമുക്ക് പ്രത്യേക ആ സീബ്ര ക്രോസിംഗ് വഴിയേ നമ്മൾ ക്രോസ് ചെയ്യുള്ളൂ. അല്ലാത്ത സ്ഥലത്തൊക്കെ റോഡ് ക്രോസ് ചെയ്താലോ പുറത്തോട്ട് തുപ്പിയാലോ അപ്പോൾ തന്നെ പോലീസ് വരും. പോലീസ് വളരെ മാന്യനായിട്ട് വന്നിട്ട് തോളത്ത് കൈവച്ച് സംസാരിച്ച് വീട്ടുകാരിയും കുടുംബകാരിയൊക്കെ ചോദിച്ചിട്ട് ഇത്ര ദർഹം പഴയ അടിച്ച് കൈ തന്നിട്ട് പോലീസ് പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അപ്പോൾ ഗൾഫ് രാജ്യമാണല്ലോ, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടായിരിക്കും എനിക്ക് പോലീസ് പഴയ അടിച്ച് തന്നത്, ഇതൊരു മുസ്ലിം രാഷ്ട്രമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? തെണ്ടിത്തരമല്ലേ അത്, ചട്ടത്തരം അല്ലേ അത് എന്നാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് എനിക്കിത് മനസ്സിലായില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഇനി വേറൊരു കാര്യത്തിലേക്ക് വരാം. ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ ഞാൻ മൊത്തത്തിൽ പരിശോധിച്ച ശേഷം ഈ പുള്ളിക്കാരൻ ആ വീഡിയോയ്ക്ക് അകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ ട്രെയിൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ടിക്കറ്റിൽ എന്തില്ല, ഞാൻ എടുത്ത ടിക്കറ്റിൽ ഏത് ക്ലാസ്സിലാണ് പോകേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ടിക്കറ്റിൽ ഏത് ക്ലാസ്സിലാണ് പോകേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് പുള്ളിക്കാരൻ പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ കണ്ണിനോ അല്ലെങ്കിൽ കാഴ്ചയ്ക്കോ എന്തോ കുറവുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ആ ടിക്കറ്റിൻ്റെ കോപ്പി പുള്ളി ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ ഇടാം. ഇതാണ് ആ ടിക്കറ്റിൻ്റെ കോപ്പി. ആ ടിക്കറ്റിൻ്റെ കോപ്പിയിൽ വ്യക്തമായിട്ട് 2 ക്ലാസ് സിംഗിൾ ജേണി ഫുൾ ഫെയർ
എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 27 ഫ്രാങ്ക് കൊടുത്താണ് പുള്ളിക്കാരൻ പോകുന്നത്. 2 ക്ലാസ്, അതായത് 2ാമത്തെ ക്ലാസ്സിലാണ് നീ കയറേണ്ടത് എന്ന് ആ ടിക്കറ്റിൽ കൃത്യവും വ്യക്തവുമായിട്ട് വേണമെങ്കിൽ റൗണ്ട് ഇട്ട് കാണിക്കാം. കൃത്യവും വ്യക്തവുമായിട്ട് ആ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ ഇരുന്ന് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഇതുവരെ സ്വിറ്റ്സർലാൻഡിൽ പോകാത്ത എനിക്ക് വരെ ഈ ടിക്കറ്റ് നോക്കിയിട്ട് ഏത് ക്ലാസ്സിലാണ് ഈശ്വര കയറേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഈ ടിക്കറ്റിൽ നിന്ന് വ്യക്തമായി നമുക്ക് അറിയാൻ പറ്റുന്ന ചില സാധനങ്ങളുണ്ട്. റൂട്ട് സൂറിച്ചിൽ നിന്നും ലുസേണിലാണ് ഇത് പോകുന്നത് എന്ന് ഈ ടിക്കറ്റിൽ നിന്നും വ്യക്തമായി അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലാസ് 2, ഇയാളെ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഏത് ക്ലാസ്സിലാണ് പോകേണ്ടതെന്നൊന്നും ഈ ടിക്കറ്റിനകത്ത് വേറെ ഒന്നും തന്നെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത്. ക്ലാസ് 2 അഥവാ 2nd ക്ലാസ്സിലാണ് കയറേണ്ടത് എന്ന് ഇയാൾ പറയുന്നുണ്ട്, എന്ന് ഈ ടിക്കറ്റിനകത്ത് പറയുന്നുണ്ട്. ഈ ടിക്കറ്റ് ടൈപ്പ് ഏതാണ്? പോയിന്റ് ടു പോയിന്റ് ടിക്കറ്റാണ് ഈ ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫെയർ CHF 27 ആണ്. ഇതിൻ്റെ വാലിഡിറ്റിയും അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതായത് അതുകൊണ്ട് നിങ്ങൾ 2nd ക്ലാസ് കോച്ചിലാണ് യാത്ര ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ടിക്കറ്റിൽ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ്റെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ആദ്യം കാണിച്ച് നിങ്ങൾ ആ വീഡിയോ ഒന്നെടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ കോച്ച് ഈ ട്രെയിൻ കണ്ടാൽ മൊത്തത്തിൽ ഏത് കോച്ചിലാണ് കയറേണ്ടതെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ഇതിൽ 2nd ക്ലാസ് ഏതാണ് എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. 2nd ക്ലാസ്സൊക്കെ ഇവിടെ ആരോട് ചോദിച്ചിട്ടും അവർക്കും അറിയില്ല ഈ 2nd ക്ലാസ് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ പുള്ളിയുടെ ആ വീഡിയോയിൽ നിന്ന് തന്നെ ഞാൻ അതാണ്ട ഈ ഒരു വിഷ്വലി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, കണ്ടോ ഈ ഫോട്ടോയിൽ പുള്ളിക്കാരൻ അവിടെ ഒരു ഡിജിറ്റൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ഡിജിറ്റൽ ബോർഡിൻ്റെ മുകളിൽ അത് തുറക്കുന്ന ആ ഡോറിൻ്റെ മുകളിൽ ബ്ലൂ കളറിൽ ആലേഖനം ചെയ്ത് 2 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളി അകത്ത് കയറി സംസാരിക്കുന്നുണ്ട്. അകത്ത് കയറി വ്ലോഗ് ചെയ്യുമ്പോഴും ആ പുള്ളിയുടെ തലയ്ക്ക് മാറ്റം എഴുതി വെച്ചിട്ടുണ്ട് 2 എന്ന്, അതായത് 2nd ക്ലാസ്സിലോട്ടാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചു. ഇത് കണ്ടിട്ട് മനസ്സിലാകാത്ത പുള്ളി എന്നെ അപമാനിച്ച ആളെക്കുറിച്ച് അത് ഫോക്കസ് ചെയ്യുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അതായത് എന്നെ അപമാനിച്ചവൻ റേഷ്യസം, ഞാൻ എന്തോ ഒരു 3ാം കട രാജ്യം ദരിദ്ര രാജ്യത്തിൽ നിന്നാണ് വരുന്നത് എന്ന് കണ്ടാണ് എന്നെ അപമാനിക്കുന്നത് എന്ന് പുള്ളി പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കണം. താങ്കളെപ്പോലുള്ള മാഹീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇയാളെപ്പോലുള്ള ആൾക്കാർക്ക് ഇച്ചിരി ഏനക്കേട് കൂടുതലാണ്. കാരണം ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോയാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നിയമം ഉണ്ടെങ്കിൽ ഇവർക്കത് പാലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇയാൾക്കത് പാലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഇയാൾ തുറന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ എന്ത് കർക്കശമാണ്, എന്ത് ഇതാണ്, അതൊക്കെ ഒന്ന് ലൂസ് ആവണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ഒറ്റ വാക്കി മറുപടി വർത്തി വാണത്തിനെ പറഞ്ഞു വിടും. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത്, നീ അവിടെ പോകണമെന്ന് അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അവിടുത്തെ രാജ്യത്തെ നിയമങ്ങൾ അവിടുത്തെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അവിടേക്ക് വലിഞ്ഞു കയറി ചെന്നിട്ട് അത് അനുസരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇടിയുള്ളൂ. അതാണ് സന്തോഷ് ജോർജ് കുളങ്ങര ചുരുക്കത്തിൽ ഇയാളോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് 2, അതായത് 2nd ക്ലാസ്സിലാണ് കയറേണ്ടത് എന്ന് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇയാൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഏത് സീറ്റിലാണ് ഇരിക്കേണ്ടത് എന്ന് മാത്രമാണ് ഇയാൾക്ക് മനസ്സിലാകാത്തൊരു വിഷയം എന്ന് പറയുന്നത്. അതിൽ ഒരു കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതായത് സീറ്റ് നമ്പർ എവിടെയാണ് എന്ന് ഉള്ളത് മാത്രമാണ് ആ ടിക്കറ്റിൽ ഇല്ലാത്തത്. ആ സീറ്റ് നമ്പർ കാണാൻ കഴിയുന്നില്ല, കാരണം ഇതൊരു പോയിന്റ് ടു പോയിന്റ് ടിക്കറ്റാണ്. ഈ ടിക്കറ്റിൽ സീറ്റ് റിസർവേഷൻ സ്വിറ്റ്സർലാൻഡിൽ ഇല്ല. കേരളത്തിൽ ചുമ്മാ ഈച്ച അടിച്ചിരിക്കണേ എനിക്കറിയാം, ഞാൻ സ്വിറ്റ്സർലാൻഡിലൊന്നും പോയിട്ടില്ല. അത് സീറ്റ് റിസർവേഷൻ ഇല്ല. അതാണ് ഈ പോയിന്റ് ടു പോയിന്റ് ടിക്കറ്റ് എന്ന് പറയുന്നത്. സ്വിറ്റ്സർലാൻഡിൽ ഇത്തരം ടിക്കറ്റുമായി 2nd ക്ലാസ് എന്ന് അടയാളപ്പെടുത്തിയ ഏത് കോച്ചിലും നമുക്ക് കയറാം. കയറിയിട്ട് ഒഴിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സീറ്റിൽ നമുക്കിരിക്കാം. അങ്ങനെ സീറ്റിലിരിക്കുമ്പോൾ ആ സീറ്റ് റിസർവ്ഡ് ആണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഡിജിറ്റൽ സ്ക്രീനിൽ ഇത് റിസർവ്ഡ് ആണ് മോനെ എന്ന് എഴുതി വരും. അപ്പോൾ നമ്മൾ എണീച്ച് മാറി റിസർവ്ഡ് അല്ലാത്തൊരു സീറ്റ്, ഇതൊക്കെ കോമൺ സെൻസാണ്. റിസർവ്ഡ് അല്ലാത്തൊരു സീറ്റിൽ കയറി ഇരിക്കുക. അതായത് ഈ ടിക്കറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാകും. അല്ല, സ്വിറ്റ്സർലാൻഡിലൊന്നും പോകാത്ത എനിക്ക് വരെ, ലോക കിഴങ്ങനായിട്ടുള്ള എനിക്ക് വരെ മനസ്സിലായി. എന്നിട്ടും ഇത്രയും യാത്ര ചെയ്ത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പല രാജ്യങ്ങളിലും പോയി ഇരിക്കുന്ന ഇയാൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും അതിൻ്റെ താഴെ ഇയാളെ പ്രതികൂലിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. ഇയാൾ പറയുന്നത് വളരെ കളവാണ് എന്ന് പറഞ്ഞ് സ്വിറ്റ്സർലാൻഡിലുള്ള മലയാളികൾ തന്നെ, ലണ്ടനിലുള്ള ആൾക്കാർ തന്നെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോകം കാണാൻ പോകുമ്പോൾ നമ്മൾ ലോകം കണ്ടിട്ട് വരിക. അവിടുത്തെ എന്ത് ചെയ്യുക, അവിടുത്തെ ഈ ഇതൊക്കെ പഠിക്കാനും അവരുടെ കൾച്ചറിലോട്ട് ബ്ലെൻഡ് ചെയ്ത് ചേരാനും അവരുടെ ഹിസ്റ്ററിയൊക്കെ പഠിക്കാനും ആ രാജ്യത്തെ പല ട്രാൻസ്പോർട്ടേഷനും പോസിറ്റീവ് ആസ്പെക്റ്റിൽ പഠിച്ചെടുക്കാനൊക്കെ ശ്രമിക്കുക. അല്ലാതെ അവിടെ പോയിട്ട് ഈ രാജ്യത്ത് ഇങ്ങനെ, എൻ്റെ രാജ്യത്ത് അതില്ല, അത് വെച്ച് കുറ്റം പറയാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഓരോ രാജ്യത്തിലേക്കും കയറിപ്പോയിട്ട് ആ രാജ്യത്തെ സമീപിച്ച് നമ്മുടെ രാജ്യമായിട്ട് താറടിക്കാനൊക്കെ ശ്രമിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ അനത്തിക്കൊണ്ടിരുന്നോ എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതിൽ
യഥാർത്ഥത്തിൽ റേഷിസം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ കാണുന്നില്ല. ഇന്ത്യയിലായിരുന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നാൽ അടി കൊടുത്ത് പുറത്തിറക്കും. ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ AC കോച്ചിലൊക്കെ കയറിയിരിക്കുന്ന നോർത്ത് ഇന്ത്യ വാണങ്ങളെയൊക്കെ മറ്റേ റെയിൽവേ പോലീസ് വന്നിട്ട് മറ്റേ വലിയ ചൂരൽ വെച്ച് പടാന്ന് ചന്തിയിൽ പാള വെച്ച് കെട്ടിയാണ് അടിക്കുന്നത്. അങ്ങനെയാണ് ഇവന്മാർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ നിങ്ങൾ അത്രയൊന്നും പറഞ്ഞില്ല. അയാൾ വളരെ കൃത്യമായിട്ട് ചോദിച്ചു, മോനെ നീ ഇങ്ങനെ കയറിയിട്ട് നീ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നീ ഇങ്ങനെ ഒരു ഇതിൽ കയറിയിട്ട് ഈ ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് ഇത്രയും ബില്ല് വരില്ല എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യായമായിട്ടുള്ള കാര്യമാണോ? അപ്പോൾ കരഞ്ഞോണ്ട് വെളിയിറങ്ങി ഓടി എങ്ങനെ ശരിയാവും? പിന്നെ ഇയാൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഞാനൊരു മൂന്നാംകട ദരിദ്ര രാജ്യത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ഇവർക്കൊരു തോന്നലുണ്ടെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ലുക്ക് കണ്ടിട്ടായിരിക്കാൻ ചിലപ്പോൾ. കാരണം ഈ ഹിച്ച് ഹൈക്കിങ്ങും മറ്റേ തൊപ്പി അത് ഇതൊക്കെ വെച്ച് പോകുമ്പോൾ ഈ അഭയാർത്ഥികളുടെ വലിയ പ്രശ്നം യൂറോപ്പ് ഇപ്പോൾ നേരിടുന്നുണ്ട് ഭയങ്കരമായിട്ട്. അവസാനമായിട്ട് ഇംഗ്ലണ്ടിൻ്റെ പതാകയിൽ കുരിശുണ്ട്, ആ കുരിശെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞ് കുറേ എണ്ണം അവിടെ പന്തവും കൊളുത്തി ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഈ യൂറോപ്പിൽ മൊത്തം ഈ അഭയാർത്ഥികളും കുടിയേറ്റക്കാരുമായിട്ടുള്ള ആൾക്കാർക്ക് വലിയ ഹേറ്റ്രഡ് നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളെ കാണാനും അതുപോലെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമ്മളെ പിടിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് വലിയ വിഷയമായിട്ട് ഇപ്പോൾ യൂറോപ്പിൽ കത്തി നിൽക്കുന്നത്. ഇനി അതുകൊണ്ടാണോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, നമുക്ക് റേഷിസം ഉണ്ടാകുന്നു എന്ന് പറയുന്ന സംഭവം എപ്പോഴാണ്? നമ്മളൊരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തു അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തു, അതിൽ കയറി നമ്മുടെ റിസർവ്ഡ് സീറ്റിൽ നമ്മൾ ഇരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എഴുന്നേൽപ്പിക്കുക, എന്നിട്ട് ബാക്കിൽ പോയിരിക്കടാ എന്ന് പറഞ്ഞാൽ അത് റേസിസമാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഇത്തരത്തിലൊരു കാര്യം നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാമറയുമായിട്ട് എപ്പോഴും ഏത് വാനിൽ കയറിയാലും ബസ്സിൽ കയറിയാലും ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കും. കാരണം ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അയാളോട് സന്തോഷ് ജോർജ് കുളങ്ങരയോട് എണീച്ച് പിറകിൽ പോയിരിക്കാൻ പറഞ്ഞു. അത് റേസിസമാണ്. അദ്ദേഹം ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ വൈനോ സൂപ്പോ എന്തോ വെച്ചിരിക്കുന്ന ഒരു സൂപ്പ് ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ ആ സൂപ്പിൽ ഇങ്ങനെ തൊട്ട് കാണിച്ചു. അതായത് പറയാൻ പേരറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഈ സൂപ്പ് വേണമെന്ന് പറഞ്ഞ് തൊട്ട് കാണിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന ആൾ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ നേരെ ഹൗ ഡെയർ യു ടച്ച് മൈ സൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ബഹളം വെച്ചു. അത് റേഷിസമാണ്. അതൊക്കെയാണ് റേഷിസം എന്ന് പറയുന്നത്. നിറത്തിൻ്റെ പേരിൽ നമ്മളെ എന്ത് ചെയ്യുക? അവഗണിക്കുക, മാറ്റി നിർത്തുക, ഒരു സ്ഥലത്ത് നമ്മൾക്ക് അർഹതപ്പെട്ട സ്ഥലത്ത് നിന്ന് നമ്മളെ ഇറക്കി വിടുക. അതൊക്കെയാണ് റേഷിസം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ഒരു തെറ്റ് പറ്റി, ആ തെറ്റിന് നമ്മൾ പിഴ അടച്ചു, ആ പിഴ അടച്ചുള്ള ജാള്യത മറയ്ക്കാനായിട്ട് എന്നെ വംശീയമായിട്ട് ഇവനെ അധിക്ഷേപിച്ചു എന്നൊന്നും പറയുന്ന റേഷിസമല്ല. ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഈ സംഭവം കൊണ്ട് ഇനി വരരുത്. നാണക്കേടാണ്. അതുകൊണ്ടാണ്. അപ്പം ശരി.